ഹലോ, ഞാൻ കിച്ചു. എല്ലാവർക്കും അങ്ങോട്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അന്ന് നമ്മൾ ആക്ച്വലി ഉണ്ടാക്കിയപ്പോൾ കൂടെ കഴിക്കാൻ വേണ്ടി കുബൂസ് ഉണ്ടാക്കിയില്ലേ? ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുബൂസാണ്. അത് നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ? അപ്പോൾ ഇന്നത്തെ കുബൂസ് ഉണ്ടാക്കുന്നതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഇളം ചൂടുള്ള 250 ml പാലാണ്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ ഈസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നന്നായി ഇളക്കണം. ഇപ്പോൾ ഈ പാലിൽ ചേർത്ത് കൊടുത്ത പഞ്ചസാരയും ഈസ്റ്റും ഇളകി ചേർന്നിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് 10 മിനിറ്റോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി മാവ് കഴിക്കുന്നതിന് വേണ്ടി നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് കുബൂസിൻ്റെ മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. ഞങ്ങൾ കുറച്ച് ഉപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഉപ്പ് ഉപയോഗിച്ചിട്ടുള്ളൂ. ഉപ്പ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്തോളൂ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പാല് കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് ഇത് കുഴച്ചെടുക്കണം. ഇപ്പം മാവ് കറക്റ്റായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലേശം എണ്ണ ഒഴിച്ച് കൊടുത്ത് ഇതിൻ്റെ മുകളിൽ മൊത്തം നമുക്ക് പരട്ടി കൊടുക്കണം. അതിന് ശേഷം ഒരു 1/2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മാവ് ചെറുതായിട്ടൊന്ന് പൊന്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെസ്റ്റ് ചെയ്യുന്നത്. ഈ മാവ് നമ്മൾ അടച്ചു വെച്ചിട്ട് ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടി കുഴച്ച് നമുക്ക് മയപ്പെടുത്തിയെടുക്കാം. മാവ് ഇപ്പോൾ ഒന്നുകൂടി നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചപ്പാത്തിക്ക് ഉരുളുരുത്തുന്ന പോലെ ഓരോ ഉരുളകളാക്കി നമുക്ക് മാറ്റണം. ഇതേപോലെ ഉരുളുവെച്ചെടുക്കണം. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ഉരുളുവാക്കിയെടുക്കാം. മാവെല്ലാം നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെയാണ്. ഇനി ഇത് നമുക്ക് കുറച്ച് മൈദപ്പൊടി ഉപയോഗിച്ച് ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുക്കാം. നമ്മൾ പരത്തിയെടുക്കുന്നത് കൗണ്ടർ ടോപ്പിലിട്ടിട്ടാണ്. നമ്മൾ കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ വിതറി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഉരുള വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ സാധാരണ ചപ്പാത്തി പരത്തുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ നമ്മൾ മൈദപ്പൊടി ഇങ്ങനെ ചേർത്ത് കൊടുക്കണം. 2 സൈഡിലും മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പതുക്കെ ഇതേപോലെ പരത്തിയെടുക്കുക. ഇങ്ങനെ നമുക്ക് എല്ലാ ഉരുളയും പരത്തിയെടുക്കാം.
അപ്പോൾ എല്ലാ കുബൂസ് ബോളും നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് കല്ലിലിട്ട് ചുട്ടെടുക്കാം. നമ്മൾ കുബൂസ് ചുട്ടെടുക്കാനുള്ള കല്ല് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോന്നായി നമുക്ക് ഇട്ട് കൊടുത്ത് ചുട്ടെടുക്കാം. ഇത് രണ്ട് സൈഡും ഇതേപോലെ മറിച്ചിട്ട് ചുട്ടെടുക്കണം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എക്സിൽ ഉണ്ടാക്കുന്ന വീഡിയോയുടെ ലിങ്ക് ഞങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം അത് പോയി കാണാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.